കോൺഗ്രസിൽ നമുക്കറിയാവുന്നതുപോലെ പാർട്ടി പിടിച്ചാലും പാർട്ടി മുഴുവൻ കയ്യിലുണ്ടെങ്കിലും പാർലമെൻ്ററി പാർട്ടിയിൽ, അതായത് MLA-മാരുടെ സംഖ്യയിൽ ആർക്കാണോ ഭൂരിപക്ഷം അവരാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത്രയേ നടക്കൂ. എല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്ന യുദ്ധം ഈ പാർട്ടി സംഘടനാ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ MLA 140 നിയോജക മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ളിടത്തായിരിക്കും. അവിടെയാണ് നമ്മൾ യഥാർത്ഥ അടി കാണാൻ പോകുന്നത്. സംഘടന ആരുടെ കയ്യിലുണ്ട്, ആരുടെ കയ്യിലില്ല, പ്രതിപക്ഷ നേതാവ് ആര്, KPC പ്രസിഡന്റ് ആര്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദേശീയ തലത്തിൽ, ഇതൊന്നും വിഷയമല്ല. അടുത്ത 140 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ 10-20 സീറ്റുകളിൽ ആര് മത്സരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആയിരിക്കും യുദ്ധം നടക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അങ്ങനെ ഇരിക്കെ അന്ന് എങ്ങനെ ഇരിക്കും കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇവിടെയാണ് രമേശ് ചെന്നിത്തല ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. എന്താണ് കാരണം? ഐ ഗ്രൂപ്പ് ഏതാണ്ട് ഛിന്നഭിന്നമായി പോകുന്ന രീതിയിൽ, കൂടെയുള്ള ആളുകളെ കൂടെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് KC ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുന്നവർ കാണുന്നു. വലിയ ക്ലെയിം ഉണ്ടായിരുന്ന അബിൻ വർക്കിയെ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായില്ല എന്നുള്ളടത്തുനിന്ന് ഇത് പിൻ ടു ദ വാൾ എന്ന് പറയുന്നത് പോലെ ഒരു വലിയ നിർണായകമായ ഒരു ആപൽ ഘട്ടത്തിലാണ് ഐ ഗ്രൂപ്പ് നിൽക്കുന്നത്. ഐ ഗ്രൂപ്പിന് ഫൈറ്റ് ചെയ്തേ പറ്റൂ.